മലമുകളിൽ കാണാത്തൊരു നാടുണ്ടേ, ആ നാടിനുടയവനായ ആശാനുണ്ടേ. കാറ്റാടി മലമുകളിൽ കാണാത്തൊരു നാടുണ്ടേ, ആ നാടിനുടയവനായ ആശാനുണ്ടേ. താളം മേളങ്ങൾ കാടും വിടുമ്പോൾ സ്നേഹക്കൂട്ടായി പകരിരവുകൾ മായുമ്പോൾ ആടും ചിമ്മണ്ണി ആകാശത്തെ കുത്തുമ്പിൽ കാണാക്കുന്നേലൊരു കഥ ചൊല്ലും പാട്ടായി പാടാ. മണിച്ചിതറി തഞ്ചുന്നൊരു നാടുണ്ടേ, ഈ നാടിനഴകേകും കൂട്ടരുമുണ്ടേ. മഞ്ചാട്ടി മണിച്ചിതറി തഞ്ചുന്നൊരു നാടുണ്ടേ, ഈ നാടിനഴകേകും കൂട്ടരുമുണ്ടേ. പാരിൽ നാമെല്ലാം ഒന്നാകുന്നൊരു നേരത്ത് തേടി ചെന്നേ നാം ആരും പോകാതെടുത്ത് ചേരാം ഒന്നായൊരു പൊടി പോലും തീർക്കുന്നേ. കതിരാടും പാടം നീളെ കഥ ചൊല്ലും നടത്തത്തെ അറിയാമോ കുന്നും മേലെ ഉടയോ നാമാശാനവനെ. മലനാടിൻ തുഞ്ചത്താണേ മുളനാമ്പിൻ തുമ്പത്താണേ കുയിലാളെ നീയും പാടി ഉണരുന്നേ നീ നാട്. ഇതായിരുന്നു എൻ്റെ സ്കൂൾ. പണ്ടിവിടെ എത്ര ഓടിക്കളിച്ചതാ. ഈ ജാലകങ്ങളും ഇതിലൂടെ വന്നെത്തുന്ന തണുത്ത കാറ്റും എത്ര മനോഹരമായിരുന്നു ആ കാലം. ഈ വാരാന്തിയിൽ പണ്ട് ഗംഭീറിൻ്റെയും പപ്പീസിൻ്റെയും ഒക്കെ കൂടെ സാറ്റ് കളിച്ച് നടന്നത് ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ക്ലാസ് റൂം. ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ ആദ്യാക്ഷരങ്ങൾ പഠിച്ചത്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞങ്ങളുടെ കാറ്റാടിമലയിലെ സ്കൂൾ ആകെ തകർന്നു പോയെന്ന്. എന്നാ നിങ്ങൾക്ക് തെറ്റി. ദാ ഇതാണ് ഞങ്ങളുടെ പുതിയ സ്കൂൾ.
പെൻഷൻ പ്രായം ഉയർത്താൻ പോകുന്നു. കൊള്ളാം. പമ്പൻ സാറിന്റെ വീട് ഇതായിരിക്കും അല്ലേ? കർഷകർക്ക് പമ്പൻ സാറേ, എന്നെ ഓർമ്മയുണ്ടോ? ആരാത്? മോട്ടുമല്ലേ? ഓ ഭാഗ്യം. ആ വാ എന്നെ വാ വാ. മറന്നിട്ടില്ല. ആഹാ, ഇരിക്ക് ഇരിക്ക്. ആ ശരി സാറേ. സോറി. അല്ല മോട്ടു, എത്ര കാലായി നമ്മൾ കണ്ടിട്ട്? പമ്പൻ സാറേ, ഒരുപാട് വർഷമായി നമ്മൾ കണ്ടിട്ട്. ആ അതെ അതെ മോട്ടു, അടുത്ത മാസമാണ് എൻ്റെ റിട്ടയർമെന്റ്. എൻ്റെ പഴയ ശിഷ്യന്മാരെയെല്ലാം ഞാൻ കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. ആട്ടെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കുന്നു സാറേ. നിങ്ങൾ കൂട്ടുകാർ തമ്മിൽ ഇപ്പോഴും കോണ്ടാക്ട്സ് ഉണ്ടോ? ആ, കുറച്ചു പേരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്. ആഹാ, കൊള്ളാം കൊള്ളാം, നല്ല കാര്യം. പക്ഷേ ചിലരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല സാറേ. ചിലരൊക്കെ വിദേശ രാജ്യങ്ങളിലും പോയി. ഓഹോ, എനിക്ക് ഒരുപാട് സന്തോഷമായി മോട്ടു. എല്ലാവരും നല്ല നിലയിലൊക്കെയാണല്ലോ എത്തിയത്. സാറേ, എനിക്കൊരു ഐഡിയ തോന്നുന്നു. സാർ അടുത്ത മാസം റിട്ടയർ ആവുകയല്ലേ? അതെ, ഫംഗ്ഷൻ അടുത്ത മാസമാണ്. എന്താ മോട്ടു? അതൊരു സർപ്രൈസ് ആവട്ടെ. ഈ പിള്ളേരുടെ ഒരു കാര്യം. ബാക്കി കൂട്ടുകാരെയൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം ഇനി. പോവാണോ? എന്നാ സാറേ, ഞാനങ്ങ് പോയേക്കുവാ. ആ എന്നാ ശരി. ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ശരി സാറേ. ബൈ. ശരി, നന്നായി വരട്ടെ. മിടുക്കന്മാര് എത്ര കാലം കഴിഞ്ഞാലും അവരൊന്നും എന്നെ മറക്കുന്നില്ലല്ലോ. ബൈ. നല്ല ഗുരുത്വമുള്ള കുട്ടികള്. കൽവരി മലയില് കള്ളന്മാർക്കിടയില് ഗംഭീരല്ലേ ഇത്? ഗംഭീരേ, ദേ ഇവിടെ. ഇതാര് മോട്ടുന്റെ പോലൊക്കെ ഉണ്ട്. എടാ ഗംഭീരേ, നിനക്കെന്നെ മനസ്സിലായോ? എടാ, ഞാൻ നിന്റെ പഴയ കൂട്ടുകാരനാ മോട്ടു. ഇതാര് മോട്ടു? ഞാനിവിടെ ഇരുന്ന് നീ എങ്ങനെ അറിഞ്ഞ്? ഗംഭീരേ, ഞാനേ നിന്റെ ഓഫീസിൽ വിളിച്ചിരുന്നു. അപ്പോ നിന്റെ സെക്രട്ടറിയാ പറഞ്ഞത് നീ മുത്തപ്പമലയ്ക്ക് ടൂർ പോയിന്ന്. മുത്തപ്പമലയാണെങ്കിൽ നീ പുഴയുടെ വാക്കിലുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇത് വളരെ സർപ്രൈസ് ആയിരിക്കുന്നല്ലോ. ഒരുപാട് വർഷമായില്ലേ നമ്മൾ കണ്ടിട്ട്. അതെ അതെ. പിന്നെ ഞാനിപ്പോ വന്നത് ഒരാഴ്ച മുമ്പ് ഞാൻ നമ്മുടെ സ്കൂളിൽ പോയിരുന്നു. എന്നിട്ടെന്താ, സ്കൂളിന്റെ വരാന്തയിലും ഗ്രൗണ്ടിലൊക്കെ കുറേ നേരം ചെലവഴിച്ചു. എത്ര പെട്ടെന്നല്ലേ ഈ കാലമൊക്കെ കടന്നുപോയത്. അതെ, എനിക്കും നമ്മുടെ സ്കൂളിന്റെ മുറ്റത്ത് വീണ്ടും വരുന്നുണ്ട്. ആ സ്കൂളിന്റെ മുറ്റത്തേക്ക് മൂവാണ്ടമാവും അതിന്റെ മാങ്ങയും അവിടെ ഫുട്ബോൾ കളിച്ചതും എന്റെ ഓർമ്മയിൽ ഇങ്ങനെ തെളിഞ്ഞു വരാ. ഗംഭീരേ, അതെ, നീ നമ്മുടെ പഴയ കൂട്ടുകാരെ ആരെങ്കിലും കാണാറുണ്ടോ? ഇല്ല മോട്ടു. മോട്ടു, നിനക്ക് എന്റെ നമ്പർ എവിടുന്ന് കിട്ടിയേ? അതൊക്കെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഒപ്പിച്ചതാ. അതൊക്കെ പോട്ടെ, ഞാനേ നമ്മുടെ വമ്പൻ സാറിന്റെ വീട്ടിൽ പോയിരുന്നു. സാർ അടുത്ത മാസം റിട്ടയർ ആവുക. ഓ അതെ മോട്ടു, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. ഞാൻ അടുത്ത മാസം ലീവിൽ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ വമ്പൻ സാറിന്റെ റിട്ടയർമെന്റ് കളറാക്കിയാലോ? ആ അതെ, ഞാനിത് പറയാൻ തന്നെയാ ഇപ്പോ ഇങ്ങോട്ട് വന്നത്. നമുക്ക് സാറിന്റെ റിട്ടയർമെന്റ് പ്രോഗ്രാമേ തകർക്കണം. അതിന്റെ ഒപ്പം നമ്മുടെ 99 ബാച്ചിന്റെ ഗെറ്റ് ടുഗദർ കൂടി വെച്ചാ പൊളിക്കില്ലേ? സൂപ്പർ ഐഡിയ മോട്ടു, കൊടുകൈ. പിന്നെ ശരി ഗംഭീരേ, നമുക്ക് പോവാം. ആ പിന്നെ എടാ ഗംഭീരേ, എന്നാ ഭംഗിയുള്ള സ്ഥലമല്ലേ ഇത്. അടിപൊളി. ഇതാണ് മോട്ടു മുത്തപ്പൻകുന്ന്. നമ്മള് എത്ര വന്നാലും ഈ സ്ഥലം ഒരിക്കലും മടക്കില്ല. അതെ അതെ, അതുകൊണ്ടല്ലേ ഇടയ്ക്ക് ഞാൻ ഓഫീസിൽ നിന്ന് മുങ്ങി ഇവിടെ വന്നിരിക്കുന്നത്.
അല്ല മോട്ടു, നമ്മുടെ ഗെറ്റ് ടുഗദറിനെ എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യണം. നമ്മുടെ എല്ലാവരെയും കൂട്ടുകാരെയും വിളിക്കണം. ആ അതൊക്കെ ഞാൻ ഏറ്റു. നീ എന്റെ ഒപ്പം നിന്നാ മതി, നമുക്ക് തകർക്കാം. വാ. ആ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം അല്ലേ ഗംഭീര? ആ. നിന്റെ ഈ ക്യാമറ ഉണ്ടോ? നീ എന്റെ ഇൻസ്റ്റൊന്നും നോക്കാറില്ലേ? ഇവിടുത്തെ എത്ര ഫോട്ടോ അതിനകത്തുള്ളു? ഗംഭീരെ, ഓ ഇത് നോക്കിയേ, ഇതാ കബിലിന്റെ വീട്. നല്ല വീടാണല്ലോ. ആ എന്നാ വാ, നമുക്ക് പോയി നോക്കാം അവനിവിടെ ഉണ്ടോന്ന്. മോട്ടു, ഇത്ര കൊല്ലായില്ലേ നമ്മളൊക്കെ കണ്ടവനറിയൂ. വാ പോയി നോക്കാം. അടിപൊളി പൂക്കൾ. ഇതെന്തായാലും മുൻവശത്തിരിക്കട്ടെ. എല്ലാവരും കൊണ്ട് കൊതിക്കും. ഇതാരാ? കപിലേ, നിനക്ക് ഞങ്ങളെ മനസ്സിലായടാ? പേരൊക്കെ അറിയാലോ. ആരാ? മനസ്സിലായില്ല. എടാ, ഞാൻ ഗംഭീരാണ്. കാറ്റാടിമല സ്കൂളില് നമ്മൾ ഒരുമിച്ചിരുന്ന പഠിച്ചത്. ഓ ഓ ഓ ഓ ഗംഭീരേ, എനിക്ക് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. കപിലേ, ഞാൻ മോട്ടുവാ. ഞാനായിരുന്നു നമ്മുടെ ക്ലാസ് ലീഡർ. ഓ വാ വാ വാ, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. വരൂ വരൂ. ഗംഭീരെ, എത്ര കാലം കഴിഞ്ഞിട്ടാ നമ്മൾ കാണുന്നത്. ഇരിക്കി ഇരിക്കി. അപ്പോ മോട്ടു, ഗംഭീരേ, എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല. എല്ലാവരുടെയും മുഖഛായ വല്ലാണ്ട് മാറിപ്പോയിന്നേ. അതെ അതെ. പിന്നെ ഞങ്ങളിപ്പോ വന്നത് നമ്മുടെ വമ്പൻ സാറിന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷനാ അടുത്ത മാസം. അതിന്റെ കൂടെ നമ്മുടെ ബാച്ചിന്റെ ഒരു ഗെറ്റ് ടുഗദർ കൂടി വെച്ചാലോ എന്ന് ആലോചിക്കുവാ. അത് കൊള്ളാലോ. ഞാൻ ഏതായാലും എത്തും. മോട്ടു, ഗംഭീരേ, എനിക്കൊരാഗ്രഹം. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഫുഡൊക്കെ ഞാൻ സ്പോൺസർ ചെയ്തു. അത് കൊള്ളാം. അപ്പോ ഭക്ഷണ കാര്യമൊക്കെ കപിൽ ഏറ്റെടുത്തു. അതെ, നമ്മുടെ വമ്പൻസാറിന്റെ പരിപാടിയല്ലേ, ഒട്ടും കുറയ്ക്കണ്ട. ബിരിയാണിനാവാം. അത് കൊള്ളാം. എന്നാ ഞങ്ങള് പോയേക്കാ. മോട്ടു, വാ നമുക്ക് പോവാം. ഓക്കെ, അപ്പോ നമുക്ക് അന്ന് കാണാം. കപിലേ, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടാ. അപ്പൊ കപിലേ, എന്നാ ഞങ്ങള് പോട്ടെ. മോട്ടു, വേഗം നടന്നു. ഇനി ഒരുപാട് പേരെ കാണണ്ടേ. ഇവിടെ എവിടെയാണല്ലോ പപ്പീസിന്റെ വീട്. ഇതായിരിക്കും. ആ പപ്പീസ് ആണോ അത്? ഇതാര്? മോട്ടു, എന്റെ മോട്ടു. എന്റെ പപ്പീസേ. മോട്ടു, എടാ പപ്പീസേ, നിന്നെ ഞാൻ ഒരുപാട് അന്വേഷിച്ചു. ഒടുവിൽ യൂട്യൂബിൽ നിന്റെ ഒരു കൃഷി വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് നിന്നെ മനസ്സിലായത്. അപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്റെ മോട്ടു, ഞാൻ 10ാം തരം കഴിഞ്ഞ് പഠിപ്പ് നിർത്തി കൃഷിയിലേക്ക് ഇറങ്ങി. ഈ പറമ്പും ഈ കപ്പയും ഒക്കെയാണ് എന്റെ ലോകം. പപ്പീസെ, സംസാരിച്ചു കേൾക്കാൻ സമയമില്ല. നമ്മുടെ വമ്പൻ സാറിനെ നിനക്ക് ഓർമ്മയില്ലേ? പിന്നെ ആശാനെ മറക്കാൻ പറ്റൂ? സാറിന്റെ റിട്ടയർമെന്റ് ആണ് അടുത്ത മാസം 4-ാം തീയതി. ആഹാ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് മാത്രല്ല, നമ്മുടെ 99 ബാച്ചിന്റെ ഗെറ്റ് ടുഗദർ കൂടി നടത്താൻ എല്ലാവരും പ്ലാൻ ഇട്ടിരിക്കുക. ആ സൂപ്പർ, നല്ല ഐഡിയ, കൊള്ളാം. പാപ്പീസേ, അന്ന് നീ വരില്ലേ? അത് പിന്നെ ഞാൻ വരണം എന്നൊക്കെ പറഞ്ഞ, അത് പിന്നെ എനിക്ക് മോട്ടു ഞാൻ വരില്ല. എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. നീ എന്താ വരാതിരിക്കുന്നത്? നമ്മുടെ സാറിന് എല്ലാവരെയും കാണണമെന്നാ പറഞ്ഞിരിക്കുന്നേ. അതല്ല, എനിക്ക് എല്ലാവരെയും കാണണം എന്നൊക്കെ ഉണ്ട്.
പക്ഷെ ഞാൻ ഈ കോലത്തിൽ എങ്ങനെയാ അങ്ങോട്ടൊക്കെ വരുന്നത്? ഞാൻ ജീവിതത്തില് എവിടെയും എത്തിയിട്ടില്ല. തോറ്റുപോയവനാണ് ഞാൻ. എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ വരാൻ വലിയ മടിയാ. പാപ്പിസേ, സാറിനെ ഓർത്തെങ്കിലും നീ വരണം. കർഷകനായ എന്നെ ആർക്കും താല്പര്യമുണ്ടാവില്ലായിരിക്കും. സോറി, ഞാൻ വരില്ല മോട്ടു. പാപ്പിസേ പ്ലീസ്, നീ ഒന്ന് വരണം. ഇല്ല മോട്ടു, ഞാൻ വരില്ല. ശരി, അതൊക്കെ നിന്റെ ഇഷ്ടം. എന്നാ ശരി, ഞാൻ പോവാണേ. മോട്ടു, ദാ കാണുന്നതാ എന്റെ വീട്. നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് പോയാലോ? വേണ്ട പപ്പീസേ, ഇപ്പൊ സമയമില്ല, പിന്നെ ഒരിക്കലാവാം. അതെ, ആ ഗെറ്റ് ടുഗദറിന്റെ കാര്യം നീ മാക്സിമം ശ്രമിക്കണേ. അത് പിന്നെ ഞാൻ നോക്കാം. എന്നാ ശരി മോട്ടു, സന്തോഷം. എന്നാ ശരിടാ, എത്ര കാലം ഞാൻ പോട്ടെ. കണ്ടിട്ട്. ഓക്കെ, ബൈ. കപില് വേഗം ഔട്ട് കേട്ടോ, ഇനിയും അലങ്കാര സാധനങ്ങൾ ഒത്തിരി ബാക്കിയാണല്ലോ. സമയാവറായി. എന്തായാലും ഇതൊക്കെ ഒന്ന് കെട്ടിത്തൂക്കിയേ പറ്റൂ. സമയത്തിന്റെ കാര്യത്തിലൊക്കെ വമ്പ സാറിന് ഭയങ്കര കൃത്യതയാ. എന്ത് മാറ്റ! എന്റെ സ്കൂള് എത്ര മനോഹര. മോട്ടു, കൊള്ളാം, നീ ആ കസാരയും ബെഞ്ചൊക്കെ പിടിച്ച് വേഗം റെഡിയാക്കി. അലങ്കാരമാണല്ലോ. നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഗംഭീരേ, നല്ല കനമുണ്ട് കേട്ടോ, സൂക്ഷിച്ചു പിടിക്കണേ. വേഗം ഔട്ട്, വേഗം ഔട്ട്. എടാ പപ്പീസേ, എടാ പപ്പീസേ, കേറി വാടാ. പപ്പീസല്ലേ? കേറി വാ. വാ വാ വാ. പപ്പീസേ, നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതെ, സ്കൂളിനെയും നമ്മുടെ കൂട്ടുകാരനെയും വമ്പൻ സാറിനെയൊക്കെ ഓർത്തപ്പോ എനിക്ക് വരാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കൃതാർത്ഥനായി. എന്ത്? സംതൃപ്തനായി എന്ന് പറഞ്ഞതാടോ. ഓ, അങ്ങനെ. പപ്പീസേ, അഭിലേ, സുഖല്ലേ? എത്ര നാളായടാ നമ്മളൊക്കെ കണ്ടിട്ട്. പപ്പീസേ, കൂട്ടുകാരാ, ഗംഭീരേ, നമ്മൾ എത്ര നാളായിട്ട് കണ്ടിട്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൊള്ളാം. എഴുതിയത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കാറ്റാടിമല കൊള്ളാം, നല്ല വാടാ ബിൽഡിംഗ്. പപ്പീസേ, ഇങ്ങ് വാ. ദേ, ഇവിടെ ഇരിക്കേ. മോട്ടു, മൈക്കൊക്കെ എടുത്ത് ചെക്ക് ചെയ്യട്ടോ. ഹലോ ഹലോ ചെക്ക്, ഹലോ ഹലോ ചെക്ക്, ഹലോ ഹലോ എല്ലാവരും ഹലോ ഹലോ എത്തിയെന്ന് ചെക്ക്. തോന്നുന്നു. ആഹാ, കൊള്ളാം. വമ്പൻ സാർ വന്നു. കപിലേ, ദേ വരുന്നു. മോട്ടു, പഞ്ചാറെത്തി. പപ്പീസേ, നന്നായിട്ടുണ്ട് അലങ്കാരങ്ങളൊക്കെ കേട്ടോ. നമസ്കാരം സാറേ. വാ, കേറി വാ സാറേ. വളരെ സന്തോഷം. സാറേ, അതെ, വാ വാ. ഞങ്ങളിവിടെ ചെറിയ അലങ്കാരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. എവിടെ ഇരിക്കും സാറേ? അവിടെ ഇരുന്നു. പിന്നെ സാറേ, അപ്പൊ നമ്മള് പരിപാടിയൊക്കെ ആരംഭിക്കല്ലേ? ഒരു മിനിറ്റ് മോട്ടു, ഞാൻ വന്നല്ലേ ഉള്ളൂ. എല്ലാവരോടൊന്ന് കുശലം ചോദിക്കട്ടെ. നീ ആ മൈക്കൊക്കെ തൽക്കാലം മാറ്റിവെക്ക്. മക്കളെ, നിങ്ങളെല്ലാവരും എനിക്ക് എന്നും എന്റെ ആ പഴയ കുസൃതിക്കുട്ടന്മാരാ. പപ്പീസേ, നീ എന്താ ഒരു ഉഷാറില്ലാതിരിക്കുന്നേ? അത് പിന്നെ ഞാൻ പിന്നെ ഈ കൂട്ടുകാരെ ഒരുമിച്ച് കണ്ടപ്പോ ഒരു ചെറിയൊരു സാറേ, ഞാനവിടെ പോയിരുന്ന ശരിയായില്ലേ? അത് മതി. കടലിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് കടൽ വെള്ളം തിരകളായി മാറുന്നത്. അല്ലെങ്കിൽ കടൽ ജലം വെറും ഉപ്പുവെള്ളം മാത്രമാണ്. സുഹൃത്തുക്കളോട് ചേർന്ന് നിന്നാൽ നല്ല സുഹൃത്താകാൻ കഴിയും. കേട്ടോ പപ്പീസ്? ഏതൊരു സമ്മേളനത്തിന് ഈ ഡയലോഗ് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ട കുട്ടികളെ, അങ്ങനെ നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയിരിക്കുകയാണ്. നിങ്ങൾ കളിച്ചു വളർന്ന, നിങ്ങൾ പഠിച്ചു വളർന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാലയത്തിലേക്ക് വീണ്ടും നമ്മളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് വലിയൊരു സന്തോഷ സുദിനമാണ്. അതിനു മുമ്പായിട്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ
എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഗംഭീരെ, നിന്റെ വിശേഷങ്ങൾ ആദ്യം പറ, ഞാൻ കേൾക്കട്ടെ. ശരി സാറ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ സ്കൂൾ പഠനത്തിന് ശേഷം ഞാൻ വിദേശത്താണ് ഉപരിപഠനം നടത്തിയത്. നല്ല മാർക്കും ഉണ്ടായിരുന്നു എനിക്ക്. അവിടെ നിന്ന് വന്ന് ഞാൻ വലിയൊരു ബിസിനസ് തുടങ്ങി. ഇപ്പോൾ ബിസിനസ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. മിടുക്കൻ, എനിക്ക് വലിയ സന്തോഷമായി. വമ്പൻ സാറിന്റെ ശിക്ഷണത്തിൽ നിന്ന് കിട്ടിയതാണ് എൻ്റെ ഈ സൗഭാഗ്യം മുഴുവൻ. ആ, ദൈവം ഗംഭീറിനെ ഒരുപാട് അനുഗ്രഹിച്ചു. ഒപ്പം ഗംഭീറിന്റെ കഠിനാധ്വാനവും. ഗംഭീർ ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. താങ്ക് യു സാറ്, താങ്ക് യു. കപിലെ, നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ പറ. അത് പിന്നെ ഞാൻ ഈ സ്കൂളത്തെ 10ാം ക്ലാസ് പഠിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പഠനങ്ങൾക്കും ശേഷം മെഡിസിന് പോയി. ഞാനൊരു ഡോക്ടറായി മാറി. ആഹാ, ഞാൻ കല്യാണം കഴിച്ചതും ഒരു ഡോക്ടറെയാണ്. ഗുഡ് ഗുഡ്, അത് കൊള്ളാലോ, നന്നായിരിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു. അത് മാത്രല്ല, ഞാനും എന്റെ വൈഫും ഒരു ഹോസ്പിറ്റൽ നടത്തുന്നു. കപിലെ, നീ പണ്ട് മുതലേ നന്നായി പഠിക്കുമായിരുന്നു. അന്ന് മുതലേ എനിക്ക് അറിയാമായിരുന്നു നീ വലിയൊരു പൊസിഷനിലെത്തുമെന്ന്. നീ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യട്ടെ. ഒരു വട്ടം കൂടി നമ്മൾ ഈ വിദ്യാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഗംഭീരെ, നിനക്ക് നൊസ്റ്റ് അടിക്കുന്നുണ്ടോ? പിന്നല്ലാതെ നമ്മള് സാറ്റ് കളിച്ചതും ഏറുപന്ത് കളിച്ചതും എല്ലാം എനിക്ക് ഇവിടെ നിൽക്കുമ്പോ ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട്. മോട്ടു, നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ പറ, ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. ഞാൻ ഇവിടുത്തെ പഠനത്തിന് ശേഷം ഹയർ സ്റ്റഡീസിന് പോയി. ഓ, ഞാനിപ്പോ ഒരു എഞ്ചിനീയർ ആണ്. കൊള്ളാം, വെരി ഗുഡ് മോട്ടു. താങ്ക് യു അമൻ സാറേ. ഇനി പപ്പീസിന്റെ ചാൻസാ. നീ നിന്റെ വിശേഷങ്ങൾ പങ്കുവെക്ക്. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, വമ്പൻ സാറേ, ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു നിങ്ങളെയൊക്കെ കാണുക എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ അത് സാധിച്ചിരിക്കുന്നു. 10ാം ക്ലാസ്സിൽ എനിക്ക് 95% മാർക്കുണ്ടായിരുന്നു. പക്ഷേ പപ്പയുടെ മരണവും അമ്മയുടെ ചികിത്സയും കാരണം എൻ്റെ തുടർ പഠനം നിലച്ചു. അങ്ങനെ ഞാൻ കൃഷിപ്പണിയിലേക്ക് തിരിഞ്ഞു. ഇന്ന് ഞാനൊരു കർഷകനാണ് സാറേ. കഷ്ടം, ഇവൻ മാത്രം ഒരു പൊസിഷനിലെത്തിയില്ല അല്ലേ കപിലെ? അതെ അതെ അതെ, ഈ മണ്ണിലും ചേറിലും പണിയെടുത്ത എന്ത് കിട്ടാനാ? അതെ കപിലെ, അങ്ങനെ പറയരുത്. പപ്പീസും നമ്മുടെ കൂട്ടുകാരനല്ലേ? അത് ശരിയാ മോട്ടു. ഈ പാടവും പറമ്പൊക്കെ മണ്ണിട്ട് നികത്തി നല്ലൊരു അടിപൊളി ഫ്ലാറ്റ് പണിതാലേ ഈ കൃഷിപ്പണിയേക്കാൾ നല്ല ലാഭം കിട്ടും അല്ലേ കപിലെ? അതെ അതെ അതെ, പപ്പീസ് ഒരു മണ്ടും തന്നെ. ഇക്കാലത്ത് കൃഷിയും തൂമ്പിയൊക്കെ ആയിട്ട് നടന്ന ഒരു കാര്യമില്ല. വെറുതെ അല്ല, അവൻ അടുത്ത് വരുമ്പോ ഒരു ചേറിന്റെ നാറ്റം. അതെ കപിലെ. വമ്പ സാറേ, റിട്ടയർമെന്റിന് ശേഷം എന്താ സാറിന്റെ പ്ലാൻ? ഓ, അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് കൃഷിസ്ഥലം വാങ്ങണം, അതിൽ കൃഷി ഇറക്കണം. പപ്പീസ് അതിനുള്ള എല്ലാ സഹായവും ചെയ്തു കഴിഞ്ഞു. ആശാന് വട്ടായോ? അത് കൊള്ളാം, കൃഷിക്കാരെല്ലാം വട്ടന്മാരാണോ? സാറേ, അപ്പോ പപ്പീസും സാറും തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നോ? അതെ അതെ അതെ, നന്നായി പഠിച്ചുകൊണ്ടിരുന്ന പപ്പീസ് പെട്ടെന്ന് ക്ലാസ്സിൽ വരാതെ ആയപ്പോൾ ഞാൻ അവൻ്റെ വീട്ടിൽ അന്വേഷിച്ചു പോയിരുന്നു. അവിടെ അവൻ്റെ കൃഷിരീതികൾ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ആധുനിക രീതിയിലുള്ള കൃഷികളായിരുന്നു അവൻ ചെയ്തിരുന്നത്. മാത്രമല്ല, കൃഷിയിൽ അവന് നല്ലൊരു ഭാവിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഇന്നത്തെ ന്യൂസ് പേപ്പർ വായിച്ചിരുന്നോ? ഇല്ല വമ്പൻ സാറേ, ഞാനും വായിച്ചില്ല. ഈ ഓൺലൈൻ ന്യൂസിന്റെ കാലത്ത് ആരെങ്കിലും ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കുമോ? അല്ല പിന്നെ. ഇന്നത്തെ പത്രത്തിന്റെ ആദ്യ പേജിൽ ഒരു വാർത്തയുണ്ട്. ഈ വർഷത്തെ വനശ്രീ കർഷക അവാർഡ്
നമ്മുടെ പപ്പീസിനാണ്. എന്ത്? പപ്പീസിന് വനശ്രീ അവാർഡോ? എനിക്ക് അവാർഡോ? ഞാൻ പപ്പീസിനോ? പപ്പീസിന് അവാർഡോ? കൊള്ളാലോ. ആരും ഞെട്ടണ്ട, അത് പപ്പീസിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പപ്പീസേ, ഇവിടെ വരൂ. വാ. എന്താ എന്താ വമ്പൻ സാറേ? മോട്ടു, ഓ എന്നെ അനുമോദിക്കാൻ പൊന്നാടയൊന്നും കരുതിയിട്ടില്ലേ? ഉവ്വ് സാറേ. എന്നാൽ അതിങ് എടുത്തുകൊണ്ടുവരൂ. എന്താ എടുക്കാം? നന്ദി. വനശ്രീ കർഷക അവാർഡ് ജേതാവും എന്റെ പ്രിയപ്പെട്ട ശിഷ്യനുമായ നമ്മുടെ പപ്പീസിനെ ഞാൻ പൊന്നാട നൽകി ആദരിക്കുകയാണ്. സാറേ, എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. പപ്പീസിന്റെ അധ്യാപകൻ എന്ന നിലയിൽ ഞാനും അഭിമാനിക്കുന്നു. ഈ അവാർഡ് ഒരിക്കൽ പപ്പീസ് നേടുമെന്ന് എനിക്ക് പണ്ടേ ഉറപ്പായിരുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, കർഷകൻ നമുക്ക്, ഈ നാടിന് അന്നം തരുന്നവരാണ്. അവരെ ഒരിക്കലും മാറ്റി നിർത്തരുത്. അവർ ചേറിലും ചെളിയിലും ചവിട്ടി പണിയെടുക്കുന്നത് കൊണ്ടാണ് ഈ ലോകം മുഴുവൻ ഇങ്ങനെ നിലനിൽക്കുന്നത്. പപ്പീസ്, ഞങ്ങളോട് ക്ഷമിക്കണട്ടാ. സോറിടാ. അങ്ങനൊന്നും പറയല്ലേ. പപ്പീസ്, എന്നോട് ക്ഷമിക്കട. ഞാൻ കൊറേ നിന്നെ കളിയാക്കി, യോ. ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ അടിച്ചു. സോറി, എന്താ? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. സാരമില്ല ഗംഭീര. നമ്മുടെ പുതിയ സ്കൂളിന്റെ മുമ്പിൽ ഒരു പ്രതിജ്ഞ എഴുതി വെച്ചിട്ടുണ്ട്. പോകുന്ന വഴിയിൽ നിങ്ങൾ അതൊന്ന് വായിച്ചാൽ മതി. നമ്മുടെ ഓരോ സഹപാഠിയും നമുക്ക് പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവളുമാണ്. ഈ സ്കൂളിൽ, ഈ സമൂഹത്തിൽ ഞങ്ങളും നിങ്ങളും, ഞാനും മറ്റുള്ളവരും എന്ന വേർതിരിവില്ല. നമ്മളെല്ലാം ഒന്നാണ്. നമ്മളിലെല്ലാം ഒരേ ജീവനാണ്. നമുക്കെല്ലാം ഉള്ളത് ഒരേ പ്രതീക്ഷകളും ഒരേ സ്വപ്നങ്ങളുമാണ്.